ഗായ്സ്, അപ്പോൾ ആഗ്രയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ ഡൽഹിയിലേക്ക് പോവാണ്. ഞങ്ങൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡിയാണ്. പിന്നെ ബാക്കി ഡൽഹി ചെന്നിട്ട് അങ്ങനെ അവിടുന്ന് ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്നിട്ട് വിശന്നപ്പോൾ ഞങ്ങളൊരു ബിരിയാണി കഴിച്ചു. ഞങ്ങൾക്ക് ട്രെയിനുള്ളത് ഉച്ച കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ട്രെയിൻ ഇറങ്ങിയപ്പോഴത്തേക്കും രാത്രി. ഞങ്ങൾ നേരെ ഗുരുദ്വാരയിലേക്ക് വിട്ട്. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയത് നിസാമുദ്ദീൻ സ്റ്റേഷനിലായിരുന്നു. അവിടെ അടുത്തുള്ള ഗുരുദ്വാരയാണിത്. അങ്ങനെ ലഗേജൊക്കെ ഞങ്ങൾ ലോക്കറിലാക്കി. ഞങ്ങളെ ലഗേജ് ഞങ്ങൾക്ക് 2 ലോക്കർ എടുത്തുകൊണ്ട് 100 രൂപയായിരുന്നു ഞങ്ങൾക്ക് ആയത്. അങ്ങനെ അതൊക്കെ വെച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എണീറ്റു. ഇവിടെ താമസവും ഫുഡും നമുക്ക് ഫ്രീയാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് ചെന്നപ്പോൾ അവിടുന്ന് ഒരു അങ്കിൾ ചോദിച്ച് മക്കളെ സേവ ചെയ്യാമോന്ന്. എന്നിട്ട് പുള്ളി അടുക്കളയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞ് മക്കളെ ചപ്പാത്തി പരത്തി തന്നാൽ മതിയെന്ന്. ഞങ്ങളതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ട് ഷടപടിയെന്ന് കുറേ ചപ്പാത്തി ഇങ്ങോട്ട് പരത്തി കൊടുത്ത്. എന്നിട്ട് പിന്നെ ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ യാത്ര പിന്നെ ഇവിടെ തുടങ്ങുകയാണ്. ഇന്നലെ കിടന്നത് ഗുരുദ്വാരയിലാണ്. സൂപ്പറായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ വഴിയെ പറയാം. ഇപ്പം ഞങ്ങൾ പോകുന്നത് ജുമാ മസ്ജിദിലേക്കാണ്. അത് കഴിഞ്ഞ് റെഡ് ഫോർട്ട് കാണും. 2 റെസ്റ്റിംഗ് ഫേസ് ഉള്ളൊരു വീടുണ്ട്. ശരിക്കും അതിനെ ശരിക്കും ഓക്കെ ഗൈസ്, ഞങ്ങൾക്ക് തോന്ന സമയം വേണ്ടത് സരോജിനിയിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കണ്ട് ഞങ്ങൾക്ക് അടുത്തടുത്ത സ്ഥലങ്ങൾ കറക്റ്റ് അല്ലേ വഴിതെറ്റിപ്പോയി ഗൈസ്. ഞങ്ങൾക്ക് പിന്നെ കുടുംബം എന്താ പറയാ കൂടപ്പുറപ്പാണ് വഴിതെറ്റി പോകല് ഇല്ലേ? അതെ അതെ. പിന്നെ നമുക്ക് നടക്കാനായിട്ട് കാല് ദൈവം തന്നോണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും നടക്കും. ഓക്കെ ഗായ്സ്, നിങ്ങൾ ഈ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ടോ റെഡ് ഫോർട്ട്? കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. ഇവിടെ നോക്ക് ഗായ്സ്, ഒരു കൊച്ചു കഴിവേറി. ഹായ്. ആ ഇവിടെ ഒരുത്ത മാലയിട്ട് വരുന്നു ഗൈസ്. അവൻ്റെ കല്യാണമാണെന്ന് തോന്നുന്നു. ഇവിടെ രാത്രി കാണാൻ നല്ല ഭംഗിയായിരുന്നല്ലോ വന്നപ്പോൾ. ഇപ്പം ഫുള്ള് മഞ്ഞാണ്. കണ്ടോ റെഡ് ഫോർട്ട്? കണ്ടോ ഗൈസ്? ഒരു അബദ്ധം പറ്റിപ്പോയി. ഇന്ന് തിങ്കളാഴ്ചയാണ്. റെഡ് ഫോർട്ട് ഓപ്പൺ അല്ലാൻ പോലും. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ. വല്ലാത്തൊരു കഷ്ടം തന്നെ ഇത്. അങ്ങനെ റെഡ് ഫോർട്ട് പോകാൻ പറ്റിയില്ല. ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ. എന്നാലും സാരല്ല, ഇനി വരുമ്പോൾ കാണാമല്ലോ. ആ ഒരു ആശ്വാസത്തിൽ ഞങ്ങൾ പിന്നെയും നടന്നു. എന്നിട്ട് ഇപ്പോൾ ഈ ഗൂഗിൾ മാപ്പും നോക്കി പോകുന്നത് ജുമാ മസ്ജിദിലേക്കാണ്. ഞങ്ങൾ അങ്ങനെ എത്തിയിരിക്കുന്ന സ്ഥലം ഏതാണ് ഗൈസ്? യെസ്. ഇനി ഇവിടെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം അല്ലേ? അതെ, ഇവിടെയെങ്കിലും ഭാഗ്യത്തിന് തുറന്നിട്ടുണ്ട്. ഇവിടെ ഫ്രീ ആണ് എൻട്രി. ഇവിടെ നമുക്ക് എൻട്രി ഫ്രീ ആണ്. പക്ഷേ ഫോറിനേഴ്സിന് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. നല്ല ഭംഗിയാട്ടോ കാണാൻ. പക്ഷേ എന്തോ എൻ്റെ ക്യാമറയിൽ മഞ്ഞിൻ്റായിട്ടാണെന്ന് തോന്നുന്നു. ഒരു ക്ലാരിറ്റി കുറവുപോലെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗുരുദ്വാരയിൽ കിടന്നതിൻ്റെ എക്സ്പീരിയൻസ് പറയാമെന്ന്. നല്ല തണുപ്പായിരുന്നു. വെറും നിലത്താണ് കിടക്കുന്നത്. പുതപ്പുമില്ല. പുതപ്പ് നമുക്ക് ഇവിടുന്ന് ഇവർ തരും. പക്ഷെ നമ്മളൊരു 200 രൂപ എന്താ പറയുക അവിടെ കെട്ടി വെക്കണം. ഒരു പുതപ്പ് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ആ പൈസ ഇങ്ങോട്ട് തിരിച്ചെടുക്കാം. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അത് ക്യാഷ് ആയിട്ട് കൊടുക്കണം. ഞങ്ങളുടെ കയ്യിൽ ഫോണിൽ ഗൂഗിൾ പേയിൽ പൈസ ഉള്ളൂ. എന്ത് ചെയ്യാനാ? അങ്ങനെ പുതപ്പ് ഞങ്ങളുടെ അടുത്തുള്ള ബെഡ്ഷീറ്റ് വെച്ചിട്ട് കിടുകിടാ തണുപ്പായിരുന്നു. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇത് ജുമാ മസ്ജിദിൻ്റെ ഫ്രണ്ടിലുള്ള മാർക്കറ്റാട്ടോ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സരോജിനിയിൽ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്തില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. ഇനി ഇവിടുന്ന് മെട്രോ പിടിച്ചിട്ട് വേണം സരോജിനിയിലേക്ക് പോകാൻ. ഫസ്റ്റ് ടൈം മെട്രോയിൽ കയറുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും അതേപോലെ കുറേ മണ്ടത്തരങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ രസമല്ലേ. അങ്ങനെ മെട്രോ വന്നു. ഞങ്ങൾ അതിൽ കയറിയിട്ട് സരോജിനിയിൽ വന്ന് ഇറങ്ങി. ഏകദേശം 1 മണി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പീടികയിൽ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചു. ഇവിടെ കയറി. ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് എനിക്ക് ഫോൺ കയ്യിൽ പിടിച്ച് വീഡിയോ എടുക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി. അപ്പോഴാണ് ഇവിടെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സൊക്കെ കണ്ടത്. അന്നപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്തോ പേര് പോലും അറിയാത്ത 2-3 സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി. സത്യം പറയാമല്ലോ, ഒന്നും എനിക്കിഷ്ടമായില്ല. എന്തൊക്കെയാടാ ഇത്? ഈ കിണർ പോലെ ഇരിക്കുന്ന സാധനം വെറും അബദ്ധമായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്.
നമ്മൾ 1 മണി ആയപ്പോ കേറിയിട്ട് ഇപ്പൊ 5:15 ഇറങ്ങുന്നത്. പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു? കാലൊക്കെ പഴുത്തും തോന്നുന്നു. സൂര്യവേദന, നടുവേദന, തലവേദന എല്ലാം ഉണ്ട്. ബൈ ഗൈസ്. ഇവിടുത്തെ മെട്രോയിലെ ഒരു തിരക്ക് കണ്ടോ? എന്താല്ലേ. പിന്നെ അവിടുന്ന് മെട്രോ പിടിച്ച് ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് ഓട്ടോ പിടിച്ച് നേരെ ഗുരുദ്വാരയിലേക്ക് പോവാണ്. കാരണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. നാളെ വെളുപ്പിനത്തെ ട്രെയിനിന് നമ്മൾ നാട്ടിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങളൊരു 10 മണിയായപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നുണ്ട്. ഇനി 5:30 വരെ ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കണം. ഒടുക്കത്തെ തണുപ്പും. അങ്ങനെ നോക്കിയിരുന്ന് 4:44 അത് കഴിഞ്ഞ് പിന്നെ ട്രെയിൻ വന്നു കേട്ടോ. ട്രെയിൻ വന്ന പാടെ 2-3 ദിവസത്തെ ഉറക്കം ശരിയാകാത്തതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാ. രാവിലെ ഉച്ച. അങ്ങനെ ഉച്ച ആയതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലാഭമായി. അതുകൊണ്ട് ഞങ്ങൾ ഒരു ചോറ് മേടിച്ചു. ഇങ്ങനെ എന്തിനു പറയാ, താലി. സത്യം പറയാമല്ലോ, ഒരു വകയ്ക്ക് കൊള്ളൂല. പിന്നെ വിശപ്പുകൊണ്ട് കഴിക്കുക. ഇത് ട്രെയിനിലെ സെക്കൻഡ് ഡേ ആണ് ഗൈസ്. അങ്ങനെ രാവിലെ ഞങ്ങൾ ഉപ്പുമാവ് വാങ്ങി, അത് തിന്നു. പിന്നെ വിശന്നപ്പോൾ ഒരു ചായ വാങ്ങി കുടിച്ചു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പിന്നെയും വിശന്നപ്പോൾ പിന്നെയും ചായ വാങ്ങി കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെയും വിശന്നു. അപ്പോഴും ഒരു ചായ വാങ്ങി കുടിച്ചു. ഇങ്ങനെ ചായ മാത്രം കുടിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് രാത്രി ഞങ്ങളൊരു ചോറ് മേടിച്ചു, വെജ് ബിരിയാണി. ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ കോഴിക്കോട് എത്തും. സമാധാനം. സുഹൃത്തുക്കളെ, ഞങ്ങൾ കോഴിക്കോട് എത്തി. ഞാൻ ഇനി വീട്ടിൽ പോകാനുള്ള സർപ്രൈസ് കൊടുക്കാൻ. ട്രെയിൻ കോഴിക്കോട് എത്തിയപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ 7 മണി വരെ ഞാൻ വെഗ്ഗുൻ്റെ വീട്ടിലാണ് നിന്ന്. പിന്നെ പാളയത്ത് വന്ന് ബസ് കയറി. പിന്നെ ഒരു ഓട്ടോയും പിടിച്ച് നേരെ വീട്ടിലേക്ക്. ഇവൻ ഞാൻ വരാൻ കാത്തിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ മടി കിടന്നിങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട്. എത്ര കുലുക്കിയിട്ട് കണ്ണുപോലും തുറക്കുന്നില്ല നീ. പിന്നെ എൻ്റെ ടോബി മോൻ, അവൻ വന്നപ്പോൾ അവനല്ല, ഞാൻ വന്നപ്പോൾ അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇത് കഴിഞ്ഞിട്ടെടുത്ത വീഡിയോയാണ്. എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പം ഇവിടെ ആരുമില്ല. ആകെ അച്ഛമ്മ മാത്രമേ ഉള്ളൂ. അച്ഛമ്മ നെട്ടി. ഇനിയിപ്പം അച്ഛനമ്മയും വൈകുന്നേരം വരട്ടെ. അപ്പം ഞെട്ടിക്കാം. അച്ഛനെ ഞെട്ടിക്കാനിരുന്ന ഞാൻ അച്ഛൻ വരുമ്പോഴത്തേക്ക് ഉറങ്ങിക്കിടക്കായിരുന്നു കേസ്. ക്ഷീണം കൊണ്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഇനി കുഴപ്പമില്ല, ഇനിയിപ്പോൾ അമ്മേനെ ഞെട്ടിക്കാം. അത് നമ്മൾ നേരെ അമ്മ വർക്ക് ചെയ്യണ കടയിലേക്ക് തന്നെ അങ്ങോട്ട് പോവാം. ഇവിടെ എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാൻ മാർച്ചിൽ വരുന്ന. അമ്മ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാഗി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ വിളിക്കുകയാണ്. ഏത്, ഞാൻ വീട്ടിൽ താണ്ട് കുളിച്ച് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനെത്തും. ഞെട്ടിയോ എന്നുള്ള അമ്മേനോടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇതായിരുന്നു. സക്സസ്ഫുള്ളി ഞെട്ടിക്കൽ അങ്ങനെ ഞെട്ടിക്കൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.